സ്കാറ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സ്കാറ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം. സ്കാറ്റർ എഫക്റ്റ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പേർഷനോ സ്കാറ്ററോ അങ്ങനെ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ അകത്ത് എടുത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ഞാനൊരു സ്കാറ്റർ അല്ലെങ്കിൽ ഒരു ഡിസ്പേർഷൻ എഫക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുന്നത്, സെലക്ട് എടുക്കുക, എന്തെടുക്കുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ള സബ്ജക്റ്റ് മാത്രം സെലക്ട് ആയിട്ട് വരും അല്ലേ. സബ്ജക്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ ഏത് ടൂളുണ്ട്, ക്വിക്ക് സെലക്ഷൻ ടൂളുണ്ട്, അതിൻ്റെ അകത്ത് പ്ലസ് മാർക്ക് ഉണ്ടല്ലോ. ആ പ്ലസ് മാർക്ക് വെച്ചിട്ട് ഇത് ഓപ്പണും ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. മൈനസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ മൈനസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാൻ പ്ലസ് എടുത്തിട്ട് വീണ്ടും അതിനെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ, അതിനങ്ങ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഇങ്ങനെ മതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെലക്ഷൻ ടൂൾ എടുക്കുക, സെലക്ഷൻ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ വയ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കട്ട് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ സംഭവം ഇല്ല, പകരം ഏതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ അങ്ങ് ഫില്ല് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഫില്ലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ് കണ്ടന്റ് അവെയർ മൂവ് ടൂള്, ഓർമ്മയുണ്ടോ? കണ്ടന്റ് അവെയർ മൂവ് ടൂൾ. അപ്പം ഞാനിപ്പോൾ ഒരു കണ്ടന്റ് അവെയർ മൂവ് ടൂൾ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പം എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഒരു സംഭവത്തിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു പിക്ചറിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് റഫായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മൂവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. മൂവ്. ഇത് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏത് പാർട്ടിലാണ് കൊണ്ടുപോയിക്കേണ്ടത് ആ പാർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് നല്ലതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ഈ ഒരു ഏരിയ മാത്രം കോപ്പി ചെയ്തിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പരിപാടി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പാച്ച് ടൂളുണ്ട്, പിന്നെ ഏതുണ്ട്, ഹീലിയം ബ്രഷ് ടൂളുണ്ട്, അല്ലെങ്കിൽ സ്പോട്ട് ഹീലിയം ബ്രഷ് ടൂൾ ഉണ്ടല്ലോ. ഇതാ ഇത് മാത്രം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ആ ഒരു ഏരിയ മാത്രം. ഇതാ സ്പോട്ട് ഹീലിയം ബ്രഷ് ടൂളാണെങ്കിൽ സ്പോട്ട് ഹീലിയം ബ്രഷ് ടൂൾ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ഇതുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പാച്ച് ടൂളും കൂടെ ഉപയോഗിക്കുക. പാച്ച് ടൂൾ എടുത്തിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതല്ലേ ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ ഈ പാച്ച് മാത്രം ഇങ്ങനെ എടുത്തിട്ട് സോഴ്സിന് പകരം ഡെസ്റ്റിനേഷൻ ആക്കുക, വലിച്ച് നിങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചു, വീണ്ടും ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു, പിന്നെ ഡ്രാഗ് ചെയ്തു, ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുത്തു. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചു, വീണ്ടും ഇതിന് ഞാൻ ഡ്രാഗ് ചെയ്തു, ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുത്തു. ഓക്കെ, സംഭവം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് സെപ്പറേറ്റ് ലെയറിലും ആയി, കണ്ടോ സംഭവം പിടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പാച്ച് എടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് അവിടെ അങ്ങ് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സോഴ്സ് ആണെങ്കിൽ സോഴ്സ്, ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഞാനപ്പോൾ അതിനങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് രണ്ടും രണ്ടായി അല്ലേ, ഈ ഒരു പിക്ചറും ഈ ഒരു പിക്ചറും രണ്ട് പിക്ചറായി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, കൺട്രോൾ ജെ, ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് ഇരുന്നോട്ടെ. ഒന്നും കൂടെ കൺട്രോൾ ജെ അടിക്കുക, തൽക്കാലം ഒരു ബാക്കപ്പ് കൂടെ നമുക്ക് ഇരുന്നോട്ടെ, 3 ബാക്കപ്പ്. അപ്പോൾ ഒരു ബാക്കപ്പ് ഞാനിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് തൽക്കാലം ബാക്കപ്പ് നിന്ന് തന്നെ അടിച്ചു വെച്ചേക്കാം, ബാക്കപ്പ് നിന്ന് അടിച്ചു വെച്ചേക്കാം. എന്നിട്ട് നമ്മളതിനൊന്നും തൊടത്തില്ല, അതങ്ങ് മാറ്റി വെച്ചേക്കുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഏത് മാത്രമാണ്, ഈ ഒരു പിക്ചർ മാത്രമാണ് അല്ലേ. ഏതാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു പിക്ചർ മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പിക്ചറിനെ ഫിൽറ്ററിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു പിക്ചറിന് ഫിൽട്ടർ ലിക്വിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്, കണ്ടോ, ലിക്വിഫൈ. ഞാൻ അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു, ലിക്വിഫൈ. എന്നിട്ട് ഞാൻ ഈ ഒരു ലിക്വിഫൈ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ വരും, ജസ്റ്റ് നമുക്ക് ആ ലിക്വിഫൈ വെച്ച് ഇതിനെ ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഏരിയയിലോട്ട്. ഇപ്പോൾ ഏതൊക്കെ ഏരിയയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്രയും ഏരിയ, അതായത് ഏതൊക്കെ ഏരിയയാണ് നിങ്ങൾക്ക് അതിങ്ങനെ മീൻസ് ആ ഒരു ഡിസ്പേർഷൻ അല്ലെങ്കിൽ ആ ഒരു സ്കാറ്റർ എഫക്റ്റ് വേണ്ടത്,
ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിതിപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിക്കുക. ഞാനപ്പോൾ ഇത്ര ഏരിയക്കകത്ത് ആ ഒരു ഡിസ്പേർഷൻ എഫക്റ്റ് ഫിക്സ് ചെയ്തു. ഞാൻ ഓക്കെ എടുത്തേ, കണ്ടല്ലോ. അപ്പം ടോപ്പ് ലെയറിൽ എന്താ വെറുതെ ഉള്ള പിക്ചർ. ഈ ലെയറിൽ നമ്മളിപ്പോൾ എന്ത് കൊടുത്തു, ലിക്വിഫൈ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മാസ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ മാസ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൽ സെലക്ട് ചെയ്ത് കൺട്രോൾ-I അടിച്ചാൽ എന്ത് പറ്റും, അത് ഓർമ്മയുണ്ടല്ലോ, ഇൻവേർട്ട് മാസ്ക് ആവും. ഇനി ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സാധാരണ ഒരു മാസ്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ? ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പിക്ചറിനെ ഇത് ഓൺ ആക്കുക. കാരണം ഇതിൻ്റെ അകത്ത് ഇത് തിരിച്ചുള്ള മാസ്ക് ആണ് അല്ലേ, അതിൻ്റെ അകത്തൊന്നും കാണൂല. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഒരു പിക്ചർ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഏത് കളറാ, ബ്ലാക്ക്. ഓക്കെ, ഈ ഒരു ബ്ലാക്കിൻ്റെ അകത്ത് നമുക്കിത് വൈറ്റ് അല്ലേ, വൈറ്റ് എടുത്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ എടുക്കാം. ബ്രഷ് നിങ്ങളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രഷസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കണ്ടോ, ആ ബ്രഷസ് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടാം. നമുക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് Y ആണെങ്കിൽ Y ആക്സിസ്, അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യണമെങ്കിൽ കണ്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. കണ്ടോ, അപ്പോൾ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പേസിങ് വരെ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഒരു ബ്രഷിൻ്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ ക്ലോസ് ചെയ്തിട്ട്, ഇത് ബ്ലാക്ക് അല്ലേ, ഇത് വൈറ്റ്, ഇങ്ങനെ പെയിന്റ് ചെയ്ത് ആക്ച്വലി സംഭവിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചാൽ ഏതിൻ്റെ മാസ്ക് ആണ് കിട്ടുന്നത്, ഏതിൻ്റെ മാസ്കാണ് കിട്ടുന്നത്, നമ്മളെ ലിക്വിഫൈ ചെയ്തതിൻ്റെ മാസ്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വൈറ്റിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ആക്കാം. ഇനി പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി നോക്കിക്കോണേ, ഇനി പെയിന്റ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന്, ഫ്ലോയൊക്കെ ഒന്ന് കൂട്ടുക, മാക്സിമം ആക്കിയിട്ട്. കണ്ടോ, ഈ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ സ്കാറ്ററായി ഇളവി പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് നിങ്ങൾ വീണ്ടും ബ്രഷിൽ വരിക. എന്നിട്ട് ഈ ബ്രഷിനെ വീണ്ടും ഇങ്ങോട്ട് കറക്കുക. എങ്ങോട്ടാണ് നിങ്ങൾക്ക് അതിനെ കറക്കി കൊണ്ടുപോകേണ്ടത്, ആ ഭാഗത്തോട്ട് കറക്കുക. കണ്ടോ, എല്ലാം ഒരേപോലെ ഇരുന്ന് അത് വൃത്തിയേടായി പോകും. സ്പേസിംഗ് ഒക്കെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി അതിൻ്റെ റൗണ്ട്നെസ് എങ്ങോട്ടാണ് കറക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് കറക്കാം. ആംഗിൾ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യാം, ഫ്ലിപ്പ് Y ആണെങ്കിൽ ഫ്ലിപ്പ് Y. എന്നിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ അങ്ങ് പെയിന്റ് ചെയ്യാം. കണ്ടോ, ഞാനിപ്പോൾ ഒറ്റ ബ്രഷിന്റെ സ്റ്റൈൽ വെച്ച് മാത്രമാണ് പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി ഇതിങ്ങനെ ഇതായി അല്ലേ, പൊളിഞ്ഞു. പക്ഷെ നമുക്ക് ഇതിൽ വന്നിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൊടുക്കാം. തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് പെയിന്റ് ചെയ്താൽ കണ്ടോ, ഇത് പൊളിഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നമുക്ക് കിട്ടും. കണ്ടോ, മനസ്സിലായേ? ആ ഒരു കണ്ടിന്യൂഷൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി നമ്മളത് ഫേക്കാണ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ആ ഒരു ഫീലിന് നമുക്കത് ആ ഭാഗം കൂടെ പൊളിഞ്ഞ് അങ്ങോട്ട് പോകുന്ന ഒരു ഫീല് കിട്ടും. മനസ്സിലായ സംഭവം പിടികിട്ടി എന്താണെന്ന്? അപ്പോൾ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒരു ഫീൽ ഇല്ല. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് കുറച്ചും കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെന്റ്സിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുത്തിട്ട് അതിനെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കണ്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഇത് സാച്ചുറേഷൻ വേണമെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ സ്വല്പം കൂടെ സാച്ചുറേഷൻ കൂട്ടാം. ഹ്യൂവും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ലോ, ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇമേജിൻ്റെ അകത്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വന്നിട്ട് കണ്ടോ, ഈ ഒരു പിക്ചറിൻ്റെ ഹ്യൂവും സാച്ചുറേഷനും കണ്ടോ, അങ്ങനെ വരുമ്പോഴേ ആ ഒരു ഫീല് വരുള്ളൂ. കുറച്ചും കൂടെ സാച്ചുറേഷൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്, മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പൊളിഞ്ഞിരിക്കുന്നില്ലേ, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെന്റ്സിൻ്റെ അകത്ത് ഹ്യൂ ആഡ്. ഇത് മാസ്ക് ആണ്, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. കണ്ടോ, ഇത് മാസ്ക് ആണ് സംഭവം. പിടികിട്ടിയോ? ഇത് മാസ്ക് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. കൺട്രോൾ ജെ കണ്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്നുണ്ടോ? മനസ്സിലായ സംഭവം? ഒന്നുകൂടെ, അതായത് ഇത് ഒരു
ഈ പൊളിഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ കൺട്രോൾ ജെ 1 2 3 കണ്ടാ ഇന്റൻസിറ്റി കൂടിയുണ്ട് അതിൻ്റെ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. 1 2 3 4 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഇ അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പായിട്ട് മാറും. കണ്ടോ ഇത് മൊത്തം ഒരു ഗ്രൂപ്പായിട്ട് മാറും. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ട്വീക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ ട്വീക്ക് ചെയ്യാം. കൺട്രോൾ ടി അടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളും കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായ? അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് അതിനെ മാസ്ക് ചെയ്യണമെങ്കിൽ അതിനെ മാസ്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സംഭവം നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ലിക്വിഫൈ എടുത്തിട്ട് ആണെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം ഇതാ ലിക്വിഫൈ ഉണ്ടതോ ലിക്വിഫൈ തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. ഇതാ ഏത് ആക്സസ് ആണെന്ന് പറഞ്ഞാൽ ആ ആക്സസിലോട്ട് അതിനെ ലിക്വിഫൈയും ചെയ്യാം. കണ്ട മനസ്സിലായ സംഭവം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്തിന് നമുക്ക് ട്വീക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കളറും കാര്യങ്ങളൊക്കെ കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ സ്വല്പം കുറയ്ക്കാം. വൈബ്രൻസ് ഒക്കെ കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ്റെ അകത്ത് വൈബ്രൻസും സാച്ചുറേഷൻസ് ഒക്കെ സ്വല്പം കൂടെ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാം. മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ ഇനി വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്യണോ, വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് പൊളിഞ്ഞിങ്ങനെ പോകുന്നതോ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കാം. കൺട്രോൾ ജെ അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ജെ കൺട്രോൾ ടി അടിച്ചിട്ട് കണ്ടോ ഇത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പല രീതിയിലുള്ള അതിൻ്റെ തന്നെ പല രീതിയിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോപ്പീസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഈ തലയുടെ ഭാഗം ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു രീതിയിൽ നമുക്ക് ട്വീക്കാം. പിന്നെ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേറെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് നമുക്ക് വാട്ടർ ഇതാണ് വേണ്ടതെന്ന് വെച്ചോ, നമുക്കൊരു വാട്ടർ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു വാട്ടർ സ്പ്ലാഷ് ആണ് ഇവിടെ വേണ്ടതെന്ന് വെച്ചോ, എല്ലാം എടുത്ത് ടോപ്പിൽ ഇടുക. ഓക്കെ, കണ്ടോ ഇവിടെ വെച്ചിട്ട് ഞാൻ നോർമൽ മാറ്റിയിട്ട് എന്താക്കുക, ഇതിനെ സ്ക്രീൻ ആക്കുക. കണ്ടോ, എന്നിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അകത്ത് ആ ഒരു വാട്ടർ സ്പ്ലാഷും കൂടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു വാട്ടർ സ്പ്ലാഷും കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീല് കിട്ടും. മനസ്സിലായോ? അപ്പോൾ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് റീ എഡിറ്റ് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു കോപ്പിയും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ടി അടിച്ചിട്ട് അത്രയും ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കെയിൽ ചെയ്ത് ബാക്കിയുള്ള ഏരിയക്കകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഉണ്ടോ? അപ്പം അത് പൊട്ടി അതിൻ്റെ അകത്തുനിന്ന് വാട്ടർ സ്പ്ലാഷസ് പോകുന്ന ഒരു ഫീല്. ഇനി നോക്കുക, എല്ലാം കൂടെ സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക. കൺട്രോൾ ജി മീൻസ് ഗ്രൂപ്പ്, ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക എപ്പോഴും. കൺട്രോൾ ജെ ഫോർ ബാക്കപ്പ്. കൺട്രോൾ ജെ ഫോർ മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. ഇതിനെ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ക്യാമറ റോ ഫിൽട്ടർ. ഇത് എടുത്തുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ടെമ്പറേച്ചറും കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്കാ സംഭവം കിട്ടും. എക്സ്പോഷറും അതുപോലെ കോൺട്രാസ്റ്റും അതുപോലെ ക്ലാരിറ്റിയും വൈബ്രൻസും എല്ലാം നമുക്ക് ട്വീക്ക് ചെയ്യാം. കളർ ഗ്രേഡിങ് ആണെങ്കിൽ കളർ ഗ്രേഡിങ് നമുക്ക് എത്രത്തോളം ബ്ലെൻഡ് ചെയ്യണം ഞാൻ ഓക്കെ എടുത്തു കഴിയുമ്പോൾ കണ്ട ആ രീതിയിലുള്ള സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. മനസ്സിലായ സംഭവം? അപ്പൊ അതേപോലെ ഈ വെള്ളത്തിന്റെ ഇത് നമുക്ക് ഒരു ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഗ്രൂപ്പ് ആയിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ പോകുന്ന ഒരു ഫീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിടിയോ? ഞാനപ്പോൾ വേറൊരു പിക്ചറിൽ നമുക്ക് വേറൊന്നും ഒരു കാര്യങ്ങളും കൂടെ നോക്കാം. മീൻസ് ഇതേ സംഭവം തന്നെ നമുക്ക് വേറൊരു പിക്ചറിലും കൂടെ നോക്കാം. ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഒരു പിക്ചർ എടുത്തേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പിക്ചർ മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. എങ്ങനെ സെപ്പറേറ്റ് എടുക്കും? സെലക്ട് സബ്ജക്റ്റ് എടുത്തിട്ട് ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഐ ഡിലീറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്റ്റിൻ്റെ അകത്ത് ഇൻവേർഡ്സ് ഡിലീറ്റ് ചെയ്യുക.
ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പോയല്ലോ. ഇപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് പോയി. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഞാൻ ഫയലിൻ്റെ അകത്ത് ന്യൂ എടുത്തിട്ടേ ഞാൻ വേറൊരു റെസൊല്യൂഷനിലുള്ള ഒരു പിക്ചർ എടുത്തേ 1920x1080. ഇത് കണ്ടോ? അപ്പം ഇത് കുറച്ച് വലുതായില്ലേ? എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ഷാറുഖ് ഖാന്റെ പിക്ചറിനെ വലിച്ച് ഞാൻ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടു. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കാണത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം. സ്വല്പം കൂടെ ഞാൻ വലുതാക്കി. ഓക്കെ, ഇതിൽ നമുക്ക് ടോപ്പിലോട്ട് പോകാം, കാരണം ആ ഒരു ഏരിയക്കകത്ത് നമുക്കിതില്ല. സ്വല്പം കൂടെ ഞാനൊന്ന് ഡ്രാഗ് ചെയ്തേ. ഇങ്ങനെ ഇരിക്കട്ടെ, കാരണം ആ ഭാഗവും നമുക്കില്ല. ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഗ്രേഡിയൻ്റ് കൊടുത്തിട്ട് ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കൊരു ബ്ലൂ ഗ്രേഡിയൻ്റ് കൊടുക്കാം. ബ്ലൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതൊന്നും അതിനുള്ള സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബ്ലൂ, അതിൻ്റെ അകത്തൊരു ബ്ലൂ ഗ്രേഡിയൻ്റ് എടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഞാൻ ആ ഗ്രേഡിയൻ്റ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് താഴെ ഇട്ടു. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ബാക്കപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് തൽക്കാലം ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു റീനെയിം ചെയ്ത് വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്നില്ല. കൺട്രോൾ ജെ. അപ്പോൾ ബാക്കപ്പ് കോപ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. അത് കുഴപ്പമില്ല. അതിൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ 1ഉം 2 എന്ന് കൊടുക്കാം. 1 and 2. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ലെയർ ഉണ്ട്? ഒരു ബാക്ക്ഗ്രൗണ്ട് വിത്ത് 2 സെപ്പറേറ്റ് ലെയേഴ്സ്. ഓക്കെ, ഇനി ഫസ്റ്റ് ലെയറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ലെയറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ലിക്വിഫൈ ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫിൽട്ടർ, ദെൻ ലിക്വിഫൈ. ഓക്കെ, ലിക്വിഫൈ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഏരിയ, എത്ര ഏരിയ നിങ്ങൾ ലിക്വിഫൈ ചെയ്യുന്നു അത്രയും ഏരിയക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എഫക്റ്റ് നമുക്ക് ഇപ്പം ഈ മുടിയുടെ ആ ഒരു ഏരിയ മാത്രം പൊളിഞ്ഞു പോകുന്ന മതി എന്നുണ്ടെങ്കിൽ മുടി മാത്രം ലിക്വിഫൈ ചെയ്യുക. അതേപോലെ എത്ര ഏരിയക്കകത്ത് പോകണം അത്ര ഏരിയക്കകത്തോട്ട് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പം ഞാൻ പറയണത് എനിക്ക് എത്രയും ഏരിയ വേണമെന്ന് ഡ്രാഗ് ചെയ്ത് ഇത്രയും ഡ്രാഗ് ചെയ്തു. കൈ ആണെങ്കിൽ കൈയുടെ ഏരിയയും കൂടെ അങ്ങ് ഡ്രാഗ് ചെയ്യുക, കാരണം നമുക്ക് ഈ ഏരിയ ഇല്ലല്ലോ. അപ്പം നമുക്ക് അതിന് ചുമ്മാ അങ്ങ് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. സ്വല്പം കൂടെ വലുതാക്കുന്നു. ഫുൾ ഏരിയ ഞാൻ പിടിച്ചങ്ങ് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ എടുത്തേ. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഫൈ വർക്കിംഗ് ആണ്. ഇതിനിടയിലൊക്കെ എഡ്ജ് ഉണ്ട്, ആ എഡ്ജിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, സെലക്ട് ചെയ്യുക. എന്ത് കൊടുത്തു? ഒരു മാസ്ക് കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് റിവേഴ്സ് മാസ്ക് കൊടുക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾ ടു ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ റിവേഴ്സ് മാസ്ക് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്ക് ചെയ്തതിന് ശേഷം പിന്നെ കൺട്രോൾ ആയി അടിക്കുക. മനസ്സിലായോ? സെയിം തന്നെയാണ്. മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസ്ക് കൊടുത്തിട്ട് ആ ഒരു മാസ്കിന് ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആയി അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ആയി അടിക്കുക മാസ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻവേർട്ട് ചെയ്യാം? ഓൾ ടു ഹോൾഡ് ചെയ്തിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നോർമൽ മാസ്ക് കൊടുക്കുക, അല്ലേ? നോർമൽ മാസ്ക്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ടൂളാണ്? ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ? ബ്രഷ് ടൂൾ കണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രഷസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണും. ഒരു ബ്രഷിങ്ങിനെ എടുത്തിട്ട് കണ്ടോ പല ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. അപ്പോൾ ഏത് ബ്രഷാണ് നിങ്ങൾക്ക് വേണ്ടത്? താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബ്രഷ് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ബ്രഷ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് സെലക്ട് ചെയ്യാം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇത് കണ്ടോ സ്പെഷ്യൽ എഫക്റ്റ് ബ്രഷസ്, അങ്ങനെ ഒരുപാട് ബ്രഷസ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. സ്കാറ്റർ, സ്പ്ലാറ്റർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ന്യൂ കണ്ടോ, അതാകുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും എന്താണെന്ന്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പോയിട്ട് നമ്മുടെ ബ്രഷ് ഇതാണ് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കിയേ. അപ്പോൾ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സൈസ് കുറയ്ക്കാം, നമ്മുടെ ബ്രഷിൻ്റെ സൈസ്. സ്പേസിങ് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, സൈസ് കുറയ്ക്കണമെങ്കിൽ സൈസ് കുറയ്ക്കാം. അതേപോലെ ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഫ്ലിപ്പ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ആംഗിൾസിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പിടി കിട്ടിയോ? ഓക്കെ, ഇനി ബാക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഓക്കെ, സൈസ് സ്വല്പം കൂടെ ഞാൻ കൂട്ടി.
ഇതിങ്ങനെ ഇരുന്നോട്ടെ മതി. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത് വൈറ്റ് ആണ്, വൈറ്റിൽ വൈറ്റ് ഇട്ട് പെയിൻറ് ചെയ്താൽ ഒന്നും കിട്ടൂല. നമ്മൾ ഇതിനെ സ്വല്പം കൊണ്ടൊന്ന് വലുതാക്കുക. ഓക്കെ, എന്നിട്ട് വൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്തിട്ട് എന്താക്കുക, ബ്ലാക്ക് ആക്കുക, എന്നിട്ട് പെയിൻറ് ചെയ്യുക. സ്ട്രെങ്ത് കൂട്ടണം, എല്ലാത്തിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം കൂട്ടിയാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ പെയിന്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തെല്ലാം കയറി പോകുന്നുണ്ട് കേട്ടോ. ഒറ്റ പെയിന്റിൽ തന്നെ എല്ലാം പോകുന്നുണ്ട്. സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെന്താ വൈറ്റ്, ഇത് ബ്ലാക്ക്. അപ്പോൾ പെയിന്റ് ചെയ്ത് ഒബിയസ്ലി അത് തിരിച്ച് കയറിപ്പോവും. കുറച്ച് ബ്രഷിന്റെ സംഭവം കുറച്ച് വലുതായി, നമുക്ക് സ്വല്പം കൂടെ കുറയ്ക്കാം. ഇതിൽ പെയിന്റ് ചെയ്താൽ തിരിച്ച് ഫ്ലിപ്പ് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് പെയിന്റ് ചെയ്യുന്നു. ഓക്കെ, ബ്രഷസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ബ്രഷസ് ആയിരിക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വൈറ്റും ഇതിൻ്റെ അകത്ത് ബ്ലാക്കും ആക്കിയിട്ട് പെയിന്റ് ചെയ്താൽ, അതേപോലെ ഇത് നോർമൽ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മോഡ് നോർമലാണ്, സ്ട്രെങ്ത് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് വേണം പെയിന്റ് ചെയ്യാൻ. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യാമേ. ഓക്കെ, ഇതിന് മാസ്ക് ചെയ്തു. ഓക്കെ, ഇതിന് കൺട്രോൾ I, ഇവിടെ വീണ്ടും സെലക്ട് ചെയ്തു, വീണ്ടും മാസ്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ വൈറ്റിൽ എന്താണ് ബ്ലാക്ക് ഇട്ട് പെയിന്റ് ചെയ്യുക. ശ്രദ്ധിക്കണം, ബ്രഷ് ടൂളിൽ നിന്ന് ചാടരുത് ഒരു കാരണവശാലും കേട്ടോ. ഞാൻ നേരത്തെ എടുത്തപ്പം ബ്രഷ് ടൂളിൽ നിന്ന് ചാടി ഇതിൽ വന്നു, അതാണ് പെയിന്റ് ആവാത്തത് കണ്ടോ. ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രഷ് ടൂൾ തന്നെ ആയിരിക്കണം കേട്ടോ. ബ്രഷ് ടൂളിനകത്ത് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൾ എടുക്കുക, ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ നിന്ന് ഇതിലോട്ട് ചാടി, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുക. കണ്ടോ, ഇതിലോട്ട് ചാടരുത്. ഓക്കെ, ഇതിന്റെ ഇന്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റൻസിറ്റി കൂട്ടാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കറക്കണമെന്നുണ്ടെങ്കിൽ കറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സ്പേസിങ് കാര്യങ്ങളൊക്കെ സ്വല്പം കൂടെ അടുപ്പിച്ച് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പെയിന്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. കണ്ടോ, ഇനി അതിന്റെ ഇന്റൻസിറ്റിയെ കുറച്ച് കൂട്ടി. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടാണ് കയറി വരുന്നത്. ഏത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലും അത് കയറി വരും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഇതിനെ മാറ്റി, നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, പർപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ പർപ്പിളിലോട്ട് വരും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഗ്രേഡിയന്റിലേക്ക് നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പർപ്പിൾ മാറ്റിയിട്ട് ബ്ലൂ ബേസിക്സ് എടുത്തിട്ട് ബേസിക്സ് കൊടുത്താൽ ഇതായിരിക്കും വരുന്നത് കണ്ടോ. അപ്പം നമ്മൾ വേറൊരു കാര്യമില്ല, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത്. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ എടുത്തത് മതി. എന്നിട്ട് ഞാൻ വീണ്ടും പെയിന്റ് ചെയ്ത് വരികയാണേ. സോറി, ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ലെയറിൽ തന്നെ ഇരുന്നിട്ട് വീണ്ടും പെയിന്റ് ചെയ്യുക. ഇത് വൈറ്റും ഇത് ബ്ലാക്കും കണ്ടോ. ഇപ്പൊ കളറ് ആ ഒരു കളറാണ്, ഇപ്പൊ ഒന്നുമില്ല, ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലെ കളർ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, ഇനി ഞാൻ ബ്ലാക്കിൽ വന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് വൈറ്റ് ആക്കി ഇതാ ഒരുപാട് പെയിന്റ് ചെയ്യരുത്. എന്ത് കയറി വരും, ഒരുപാട് പെയിന്റ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇത് കയറി വരും. അപ്പൊ പതുക്കെ നൈസിന് പെയിന്റ് ചെയ്ത് കൊടുക്കുക, അത് ആ ഒരു ഫീല് വരണം, അത്രേ ഉള്ളൂ. കണ്ടോ, വീണ്ടും വന്നിട്ട് ഇതിലൊന്നും തിരിച്ച് ബ്ലാക്ക് ആക്കി പിടികിട്ടിയ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് കളർ ഗ്രേഡ് ചെയ്ത് എടുക്കുക. വേറെ ഒന്നുമില്ല, ഫുൾ സെലക്ട് ചെയ്യുക, 1 2 3 4 and 5. ദെൻ കൺട്രോൾ G ഫോർ ഗ്രൂപ്പ്.
ഫുൾ സെലക്ട് ചെയ്യുക. 1 2 3 4 5. കൺട്രോൾ G ഫോർ ഗ്രൂപ്പ്. ഈ ബാക്ക്ഗ്രൗണ്ട് ലോക്കായിട്ട് കിടക്കുകയാണ്. ഫുൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ G അടിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ബാക്കപ്പും കൂടെ എടുക്കുക. കൺട്രോൾ J. ദെൻ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ക്യാമറ റോ ഫിൽട്ടർ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബാലൻസ് കോൺട്രാസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്ലഗിൻ പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? പറഞ്ഞു തന്നായിരുന്നു പ്ലഗിൻ? ഇല്ല. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്തൊരു പ്ലഗിനും കൂടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പ്ലഗിൻ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ ഒന്ന് കിടക്കും? ഫിൽറ്ററിൻ്റെ അകത്ത് കിടക്കും. ഞാൻ ഈ ഒപ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ക്യാമറ റോ ഫിൽറ്റർ പണ്ട് അവൈലബിൾ അല്ലായിരുന്നു, അതിപ്പം തന്നതാണ്. അതേപോലെ ചിലപ്പോൾ ഒപ്റ്റിക്സ് ഫ്രീ ആയിട്ട് തരും അവർ, കേട്ടോ. ഒപ്റ്റിക്സ് വേറൊരു കമ്പനിയുടേതായതുകൊണ്ടാണ് കിട്ടാത്ത നമുക്ക്. ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കളർ മുതൽ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഓട്ടോ അഡ്ജസ്റ്റ് കൊടുത്താൽ അത് ഇങ്ങനെ വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അകത്ത് തന്നെ പല രീതിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓട്ടോ അഡ്ജസ്റ്റിൻ്റെ അകത്ത് ഓട്ടോ ലെവൽസ്. കണ്ടോ, നമ്മളൊന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. കണ്ടോ, ഒപ്പാസിറ്റി എല്ലാം ഉണ്ട്. പിന്നെ കളർ കറക്റ്റിൻ്റെ അകത്ത് ഒരുപാട് കളർ കറക്റ്റ്. നിങ്ങൾക്ക് ഏത് കളർ കറക്റ്റ് വേണോ അത് യൂസ് ചെയ്യാം. ഉണ്ടോ, മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെ ഇപ്പം കളർ വീൽസ് ആണ്. ഫിൽറ്റേഴ്സ് എടുത്തു കഴിയുമ്പം ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ലൈറ്റ്സ് ഇതാ കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കാം. കണ്ടോ, പല രീതിയിലുള്ള ലൈറ്റ്സ്, ഡോട്ട്സ്. കണ്ടോ, ഇത് കണ്ടോ സംഭവം. അതേപോലെ എഡ്ജ് റൈസ് ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇവിടെ കുറയ്ക്കാം. ഇതെല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, അതേപോലെ എഡ്ജ് ലൈറ്റ് ആണെങ്കിൽ എഡ്ജിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ലൈറ്റ് വേണ്ടത് ആ ഒരു ഭാഗത്ത് ലൈറ്റ്. ഓക്കെ, ഫ്ലാഗ്, അങ്ങനെ പല സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതാ റേസ്, പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യാം. കണ്ടോ, അത് ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ. ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. കണ്ടോ, അവർ ഫ്ലെയേഴ്സ് പോലത്തെ സംഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കിട്ടും ഡീഫോൾട്ടായിട്ട്. കണ്ടോ, അബ്സ്ട്രാക്റ്റ്, ഇത് വെച്ചെടുത്താൽ വേറൊരു ഫീലാവും. മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫീൽ അങ്ങ് മാറും. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്ലഗിൻസ് ഇതുപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലഗിൻസും വീട്ടിലൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ലെൻസ് ഡിസ്റ്റോർട്ട്, ഇമേജിന് പല രീതിയിൽ ട്വീക്ക് ചെയ്യാം. അതാ പെയിന്റ് ആണെങ്കിൽ കണ്ടോ, പെയിന്റിന്റെ ആ ഒരു രീതിയിൽ കിട്ടും. ഷാർപ്പൺ ചെയ്യണമെങ്കിൽ ഷാർപ്പൺ ചെയ്യാം. ഡേ ഫോർ നൈറ്റ് കണ്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ ആക്ച്വലി ഫോട്ടോഷോപ്പിൽ നമുക്ക് ചെയ്യാൻ ഡീഫോൾട്ടായിട്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം നമുക്കൊരു പ്ലഗിനായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കണ്ടോ, അപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രേഡും അങ്ങനെയുള്ള കാര്യങ്ങളും ടിൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് പിടിക്കാം. ഒരെണ്ണം നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു 10-20 അല്ലാതെ തന്നെ കാണും. ഇത്രയും സംഭവങ്ങൾ സ്റ്റുഡിയോസിലൊക്കെ നോർമലി അവരെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. കാരണം ഒറ്റ ക്ലിക്കിൽ പരിപാടി നടക്കും, മനസ്സിലായോ? അല്ലാതെ നമ്മൾ പിന്നെയും നമ്മൾ ഒരുവിധം ഒന്ന് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ട്വീക്കിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒറ്റ ക്ലിക്ക്. ഇപ്പോൾ കണ്ടോ, കാർട്ടൂൺ പെയിൻറ് ആ ഒരു മോഡിലാണ് വന്നിരിക്കുന്നത്. എഡ്ജിൻ്റെ വിഡ്ത്തൊക്കെ നമുക്ക് കുറയ്ക്കാം. എന്താ, സ്ട്രെങ്ത് കുറയ്ക്കാം, ത്രഷോൾഡ് കുറയ്ക്കാം, പെയിൻറ്റിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ട്രോക്കിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം, സ്ട്രോക്ക് അലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ സ്മൂത്ത് കളറാക്കാം, സാച്ചുറേഷൻ കുറയ്ക്കാം, പോസ്റ്ററൈസിൻ്റെ എമൗണ്ട് കുറയ്ക്കാം, കൂട്ടാം, ഡീഫോൾട്ട് മാറ്റാം. വേറെ ഏത് ഇത് വേണമെങ്കിലും നമുക്ക് വേറെ രീതിയിലുള്ള കാർട്ടൂൺ ആണെങ്കിൽ അതിലോട്ട് പോവാം. ബോർഡേഴ്സ് ആണെങ്കിൽ ബോർഡേഴ്സിലോട്ട് വരാം. കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സംഭവം നമുക്ക് അതിൻ്റെ അകത്ത് ട്വീക്ക് ചെയ്തെടുക്കാം. ഇതാ ഇത്രയും സംഭവങ്ങളുണ്ട്. എക്സ്റേ ആണെങ്കിൽ എക്സ്റേ. ഓക്കെ, തൽക്കാലം ഞാനിത് കാണിച്ചു തന്നേ ഉള്ളൂ. തൽക്കാലം ഞാൻ ക്യാൻസൽ ചെയ്യാം, നമ്മൾ ഉപയോഗിക്കുന്നില്ല. നോ. ഓക്കെ, അപ്പം നമ്മളെ കയ്യിൽ ഉള്ളത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഫിൽട്ടർ, ക്യാമറ, റോ ഫിൽട്ടർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ ഇതിനകത്ത് ആസ് ഷോട്ട്, ഓട്ടോ, കസ്റ്റം അറിയാമല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ട്വീക്ക് ചെയ്യാനുള്ളത്. പ്രൊഫൈൽ കളർ തന്നെയാണ്, വേറെ ഒന്നും മാറ്റാനില്ല. പിന്നെ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാ
ഓക്കെ, വൈബ്രൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെ അകത്ത് ബ്ലെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീണ്ടും ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കളർ ലുക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് കളർ ലുക്കപ്പ്. കളർ ലുക്കപ്പിൻ്റെ അകത്ത് കയറിയ പല രീതിയിലുള്ള LUTs അവർ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, 3 സ്ട്രിപ്പ്, അതുപോലെ ഇതിൻ്റെ അകത്ത് ഫോഗി നൈറ്റ്, കണ്ടോ കംപ്ലീറ്റ് മാറും. ഫോഗി നൈറ്റ്, അതേപോലെ ഹൊറർ ബ്ലൂ, മൂൺ ലൈറ്റ്, എന്താണ് സോഫ്റ്റ് വാർമിംഗ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ടെൻഷൻ ഗ്രേഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് വീണ്ടും മറ്റേത് യൂസ് ചെയ്യാം. എല്ലാം നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായ സംഭവം എന്താണ്? ഇപ്പൊ ഒരു കയ്യിൽ ഒരു പൂവാണ് ഇരിക്കുന്നത്, പൂവാണ് ഇങ്ങനെ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പൂവിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് പൂവിനെ മാത്രം ആ ഒരു ഡിസ്പേർഷൻ എഫക്റ്റ് കൊടുക്കുക, പൂവിന് മാത്രം. അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ മാത്രം, നമ്മൾ മുടി മാത്രമാണ് ഇങ്ങനെ പൊളിഞ്ഞു പോകേണ്ടത്, മുടിക്ക് മാത്രം എന്ത് കൊടുക്കുക, വാനിഷിങ്, ഏതാണ് ലിക്വിഫൈ കൊടുക്കുക. മനസ്സിലായ സംഭവം? ലിക്വിഫൈ അത് ആക്ച്വലി നമ്മൾ ഫേക്ക് ചെയ്യണം. ഒരു സംഭവം എടുത്തിട്ട് ഒരെണ്ണം നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതേ സംഭവത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെച്ചേക്കുക. അത് ഫുൾ പെയിന്റ് ചെയ്യരുത്, ആവശ്യമുള്ള ഏരിയ മാത്രം പെയിന്റ് ചെയ്യുക. പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇതെന്ന് തോന്നും. കൈ കറക്റ്റ് പൊളിഞ്ഞിരിക്കുന്ന ഒരു ഫീല് വരും, തലയുടെ ഏരിയ കറക്റ്റ് പൊളിഞ്ഞിരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും.